ഓം നമോ നാരായണായ. ഹരിപ്രിയ അസ്ട്രോവിഷൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത്. കൂടാതെ ജാതക സംബന്ധമായിട്ട് എന്തെങ്കിലും സംശയം തോന്നുന്ന പക്ഷം എൻ്റെ ഈ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടോളൂ. ഞാനിവിടെ പറയുന്നത് വിശാഖം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ജൂൺ മാസത്തെ ഗുണദോഷ ഫലങ്ങളെക്കുറിച്ചാണ്. വിശാഖം നക്ഷത്രക്കാരെ കുറിച്ച് പറയുകയാണെങ്കിൽ നീതിനിഷ്ഠയും ഈശ്വര ഭക്തിയുമുള്ളവരാണ് ഈ വിശാഖം നക്ഷത്രക്കാർ. തുലാം രാശിയിൽ 45 നാഴികയും വൃശ്ചികം രാശിയിൽ 15 നാഴികയും കൂടിച്ചേരുന്ന നക്ഷത്രമാണ് വിശാഖം നക്ഷത്രം. അതിൽ തുലാം രാശിയിൽ ജനിച്ചവരായിട്ടുള്ള വിശാഖം നക്ഷത്രക്കാരിൽ പ്രത്യേകിച്ച് ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളിലും കർമ്മസംബന്ധമായിട്ടും എല്ലാം കൂടുതലായിട്ടും ശ്രദ്ധ കൊടുക്കേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് ഈ ജൂൺ മാസത്തിൽ. സ്വയം തൊഴിൽ ചെയ്യുന്നവരിലും ബിസിനസ് മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും ഔദ്യോഗിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും മാസത്തിൻ്റെ ആരംഭത്തിൽ ഉണ്ടാകുന്നതായ മാനസികമായിട്ടുള്ള ടെൻഷൻ ദൈനംദിന ജീവിതത്തെയും കർമ്മ മേഖലയെയും ബാധിക്കാതെ നോക്കേണ്ടതാണ്. എന്നാലോ ജൂൺ മാസം പകുതിക്ക് ശേഷം ജന്മരാശ്യാധിപനായിരിക്കുന്ന ഈ ശുക്രനും വിശേഷാൽ ബുധനും സൂര്യനും എല്ലാം ഭാഗ്യസ്ഥാനത്തിലൂടെ സഞ്ചരിക്കുന്നതിനാൽ നിവൃത്തിനാഥനായിട്ടുള്ള ചൊവ്വയാണെങ്കിലോ സ്വക്ഷേത്ര ബലവാനായിക്കൊണ്ട് നിവൃത്തി സ്ഥാനത്ത് നിൽക്കുന്നതിനാൽ ജൂൺ മാസം പകുതിക്ക് ശേഷം ദൈനംദിന ജീവിതത്തിലും കർമ്മ മേഖലയിലും എല്ലാം നിവർത്തിച്ചു കിട്ടേണ്ടിയിരുന്നതായിട്ടുള്ള പല കാര്യങ്ങളും അനുകൂലമായിട്ട് വരുവാനും സാധ്യത കാണുന്നുണ്ട്. പ്രത്യേകിച്ച് ഭാഗ്യപരമായിട്ടുള്ള ഉണർവുണ്ടാകുന്നതായിട്ടുള്ളൊരു സമയമാണ് ഈ ജൂൺ മാസം പകുതിക്ക് ശേഷമുള്ള സമയത്ത്. കുടുംബപരമായിട്ടും ധനപരമായിട്ടും ചിന്തിക്കുമ്പോൾ കുടുംബനാഥനും ധനസ്ഥാനാധിപനുമായിരിക്കുന്ന ചൊവ്വ സ്വക്ഷേത്ര ബലവാനായിക്കൊണ്ട് 7ാം ഭാവത്തിൽ നിവൃത്തി സ്ഥാനത്ത് നിൽക്കുന്നത് കൊണ്ട് ഭാര്യാഭർത്തൃ ബന്ധങ്ങളിൽ കുടുംബത്തിൽ എല്ലാം മനസ്സന്തോഷത്തിനും കൂടുതലായിട്ടുള്ള ആത്മബന്ധത്തിനും എല്ലാം സാധ്യത കാണുന്നുണ്ട്. എന്നാലോ ഈ ധനസന്താനകാരകനായിരിക്കുന്ന വ്യാഴത്തിനാണെങ്കിൽ ഈ സമയത്ത് അഷ്ടമ ഭാവസ്ഥിതി വരുന്നത് കൊണ്ട് ഭാര്യാഭർത്തൃ ബന്ധങ്ങളിൽ ചില സമയങ്ങളിൽ അഭിപ്രായ ഭിന്നത വരാതെ നോക്കേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ്. ധനപരമായിട്ടുള്ളതായ കൊടുക്കൽ വാങ്ങലുകളിൽ കുറച്ചൊക്കെ ശ്രദ്ധ വെക്കേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് ഈ ജൂൺ മാസത്തിൽ. പഠിക്കുന്ന വിദ്യാർത്ഥികളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ 5ാം ഭാവാധിപതി ബലവാനായിക്കൊണ്ട് 5ാം ഭാവത്തിൽ തന്നെ നിൽക്കുന്നതും വിദ്യാമാതുല കാരകനായിട്ടുള്ള ബുധനാണെങ്കിലോ ജൂൺ മാസം 15-ാം തീയതി മുതൽ ഭാഗ്യസ്ഥാനത്തിലൂടെ സഞ്ചരിക്കുന്നതിനാൽ പഠിക്കുന്ന വിദ്യാർത്ഥികളിൽ പഠനകാര്യങ്ങളിൽ അഭിവൃദ്ധിക്കും മനസ്സന്തോഷത്തിനും മനോബലത്തിനും സാധ്യത കാണുന്നുണ്ട്. ഉപരിപഠനം ആഗ്രഹിക്കുന്നവർക്കായാലും വളരെ അനുകൂല സ്ഥിതി കാണുന്നതായിട്ടൊരു സമയമാണ്. അതുകൊണ്ട് തുലാം രാശിയിൽ വരുന്നതായിട്ടുള്ള വിശാഖം നക്ഷത്രക്കാർ ഈ സമയത്ത് ദേവീക്ഷേത്രത്തിലെ ഭാഗ്യസൂക്തം അർച്ചന ചെയ്തു പ്രാർത്ഥിക്കുന്നത് വളരെ വളരെ ഐശ്വര്യമായിട്ട് കാണുന്നുണ്ട്. വൃശ്ചികം രാശിയിൽ ജനിച്ചവരായിട്ടുള്ള വിശാഖം നക്ഷത്രക്കാരിലെ ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലം കാണുന്ന സമയമാണ് ഈ ജൂൺ മാസത്തിൽ. ജന്മരാശ്യാധിപനായിരിക്കുന്ന ചൊവ്വയാണെങ്കിലോ രോഗസ്ഥാനമായിട്ടുള്ള 6ാം ഭാവത്തിൽ നിൽക്കുന്നതും
ചൊവ്വയുടെ ദൃഷ്ടിയാണെങ്കിൽ 12-ാം ഭാവമായിട്ടുള്ള ദുരിത സ്ഥാനത്തേക്ക് വരുന്നതിനാൽ ആരോഗ്യപരമായിട്ട് കുറച്ചൊക്കെ ശ്രദ്ധിക്കേണ്ടുന്നതായിട്ടൊരു സമയമാണ് ഈ ജൂൺ മാസത്തിൽ. എന്നാൽ ഗുണാനുഭവത്തെ പറയുമ്പോൾ കുടുംബാധിപതിയും 5-ാം ഭാവാധിപതിയുമായിട്ടുള്ള സർവേശ്വരകാരകനായിട്ടുള്ള വ്യാഴമാണെങ്കിൽ ഈ സമയത്ത് ജന്മരാശിയിലേക്ക് നോക്കുന്നതിനാൽ ശാരീരികമായിട്ട് നിലനിന്നിരുന്നതായിട്ടുള്ള വിഷമതകളെയും പ്രതിസന്ധികളെയും തരണം ചെയ്യുവാനുള്ളതായ മനോബലം കിട്ടുന്നതായിട്ടൊരു സമയം കൂടിയാണ്. ജൂൺ മാസത്തിൻ്റെ ആരംഭത്തിൽ കർമ്മസംബന്ധമായിട്ടും തൊഴിൽപരമായിട്ടും ബിസിനസ് മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്കെല്ലാം ധാരാളമായിട്ടുള്ള ഗുണാനുഭവങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ടെങ്കിലും ജൂൺ മാസത്തിൻ്റെ പകുതിക്ക് ശേഷം സൂര്യനും ബുധനും ശുക്രനും അഷ്ടമഭാവസ്ഥിതി വരുന്നതുകൊണ്ടും ഈ സമയത്ത് കർമ്മസ്ഥാനത്തേക്ക് ശനിയുടേതായിട്ടുള്ള ദൃഷ്ടി വരുന്നതുകൊണ്ട് ജൂൺ മാസം പകുതിക്ക് ശേഷം കർമ്മസംബന്ധമായിട്ട് കൃത്യനിഷ്ഠയോടു കൂടിയിട്ട് കാര്യങ്ങളെയെല്ലാം നോക്കി കണ്ട് പ്രവർത്തിക്കേണ്ടുന്നതായിട്ടൊരു സമയമാണ്. പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കാണെങ്കിലും ഈ ജൂൺ മാസത്തിൽ ധാരാളമായിട്ടുള്ള ഗുണാനുഭവങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട്. 5-ാം ഭാവാധിപതിയായിട്ടുള്ള സർവേശ്വരകാരകനായിട്ടുള്ള വ്യാഴമാണെങ്കിൽ നിവൃത്തി സ്ഥാനത്ത് നിന്നുകൊണ്ട് ജന്മരാശിയിലേക്ക് നോക്കുന്നതിനാലും വിദ്യാമാതുലകാരകനായിട്ടുള്ള ബുധൻ്റെ സ്വാധീന ശക്തിയും പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് പഠനകാര്യങ്ങളിൽ ഉയർച്ചയ്ക്കും മനോബലത്തിനും സാധ്യത കാണുന്ന സമയമാണ്. ഈ സമയത്ത് ഉപരിപഠനം ആഗ്രഹിക്കുന്നവർക്കായാലും അതിനുള്ളതായ അവസരങ്ങൾ കിട്ടുന്നതായിട്ടുള്ളൊരു സമയമാണ്. പക്ഷെ ശ്രദ്ധിക്കേണ്ടുന്നതായിട്ടുള്ളൊരു കാര്യം 6-ാം ഭാവത്തിൽ നിൽക്കുന്നതായിട്ടുള്ള ചൊവ്വയുടെ ദൃഷ്ടി വ്യയസ്ഥാനമായിട്ടുള്ള 12-ാം ഭാവത്തേക്ക് വരുന്നത് കൊണ്ട് ചിലവ് വർധനവിന് സാധ്യത കാണുന്നുണ്ട്. വൃശ്ചികം രാശിയിൽ വരുന്നതായിട്ടുള്ള വിശാഖം നക്ഷത്രക്കാർ ഈ സമയത്ത് ദേവീക്ഷേത്രത്തിൽ ഭഗവതീ സേവ ചെയ്ത് പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലതാണ്.